മലയാളത്തിന്റെ അവിഭാജ്യനായ നടൻ 3 ദശകങ്ങളായി മലയാളിയെ ചിരിക്കാനും ചിന്തിപ്പിക്കാനും പഠിപ്പിച്ച അയലത്തെ പയ്യൻ, മികച്ച മലയാള ചിത്രങ്ങളുടെ നിർമ്മാതാവ് കൂടിയായ നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട ശ്രീ മുകേഷ് ഏട്ടനെ നമുക്ക് ഈ വേദിയിലേക്ക്, താരാപഥത്തിന്റെ ഈ വേദിയിലേക്ക് ഹൃദയപൂർവ്വം ഒരുപാട് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യാം. മലയാളികൾക്ക് ഹാസ്യാഭിനയത്തിന്റെയും ഹാസ്യാനുഭവത്തിന്റെയും പുത്തൻ മാനങ്ങൾ സമ്മാനിച്ച അയൽപ്പക്കത്തെ പയ്യനാണ് അന്നും ഇന്നും മുകേഷ് നമ്മൾക്ക്. 1960 മാർച്ച് 5-ന് നാടകാചാര്യനും എഴുത്തുകാരനുമായ ഒ മാധവന്റെയും അഭിനേത്രിയായ വിജയകുമാരിയുടെയും മകനായി കൊല്ലം പട്ടത്താനത്ത് ജനിച്ച മുകേഷ് ബലൂൺ എന്ന ചിത്രത്തിലൂടെയാണ് മലയാള സിനിമയുടെ വെള്ളി വെളിച്ചത്തിലേക്ക് കാലൂന്നുന്നത്. അടിവേരുകൾ, ഓടരുതമ്മാവ ആളറിയാം, ബോയിങ്, തനിയാവർത്തനം, ശ്യാമ, സംഘം, വന്ദനം എന്നീ ചിത്രങ്ങളിലൂടെ പ്രേക്ഷക ശ്രദ്ധയാകർഷിച്ച ഈ ജനകീയ നടൻ 1989 ഇറങ്ങിയ സിദ്ദിഖ് ലാൽ ജോഡികളുടെ റാംജി റാവ് സ്പീക്കിംഗ് എന്ന ചിത്രത്തിലൂടെയാണ് മുഖ്യധാരാ നായകന്മാരുടെ പട്ടികയിലേക്ക് ഉയർന്നത്. മലയാളത്തിന്റെ മഹാസൗഭാഗ്യങ്ങളായ മമ്മൂട്ടിക്കും മോഹൻലാലിനുമൊപ്പം സപ്പോർട്ടിംഗ് റോളുകളിലൂടെ മുകേഷ് എന്ന താരം എപ്പോഴും തിളങ്ങി നിന്നു. സുദീർഘമായൊരു ചലച്ചിത്ര യാത്രയുടെ ഇടവേളയിൽ ഇന്ന് ഈ വേദിയിൽ മലയാളത്തിന്റെ മഹാനടൻ മമ്മൂക്കയോടൊപ്പം അബുദാബിയിലെ ഈ വേദി പങ്കിടാൻ സന്തത സഹചാരിയായി മുകേഷും എത്തിയിരിക്കുന്നത് കാലം കാത്തുവെച്ച ഒരു യാദൃശ്ചികത മാത്രമാണ്. മുകേഷ് എന്ന അസാമാന്യ പ്രതിഭയെ സ്നേഹാദരങ്ങളോടെയും ഹർഷാരവങ്ങളോടെ വേദിയിലേക്ക് നമുക്ക് സ്വാഗതം ചെയ്യാം. പ്രിയമുള്ള സുഹൃത്തുക്കളെ, ഇത്രയും പ്രിയപ്പെട്ട അബുദാബിയിലുള്ള എൻ്റെ മലയാളി സുഹൃത്തുക്കൾക്ക് എൻ്റെ വിനീതമായ നമസ്കാരം ആദ്യം തന്നെ പറഞ്ഞുകൊള്ളുന്നു. സന്തോഷകരമായ നിമിഷങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. നാട്ടിലൊക്കെ ഇപ്പോൾ ഉത്സവങ്ങളുടെ കാലഘട്ടമാണ്, ഉത്സവ സീസണാണ്. ഇവിടെയും അത്തരത്തിലുള്ള ഒരു ഉത്സവ പ്രതീതി തന്നെയാണ്. വളരെ ഒരു സ്പെഷ്യൽ സന്തോഷത്തോടു കൂടിയാണ് ഞാനിന്ന് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു മിനിറ്റ് ഒരു ചെറിയ ചരിത്രം. അതായത് കേരളത്തിൽ ഒരുപാട് ചരിത്ര സംഭവങ്ങൾ, വിപ്ലവകരമായ ചരിത്ര സംഭവങ്ങൾ ദർശിച്ചിട്ടുള്ള ഒരു സംസ്ഥാനമാണ് കേരളം. 1950 മുൻപും പിൻപും വലിയ വ്യത്യാസമുണ്ട്. 1950 മുമ്പ് നമുക്കറിയാം, കലാപ്രവർത്തനങ്ങൾ, പ്രകടനങ്ങൾ, കല ആസ്വദിക്കാൻ തന്നെ ഒരു പ്രത്യേക വിഭാഗത്തിന് മാത്രമേ ഭാഗ്യം ലഭിച്ചിരുന്നുള്ളൂ. അവരെ വേണമെങ്കിൽ സമ്പന്നരെന്നോ മേൽജാതിക്കാരെന്നോ അതല്ലെങ്കിൽ പണ്ഡിതന്മാരെന്നോ അങ്ങനെയൊക്കെ വിളിക്കാം. സാധാരണപ്പെട്ട ആൾക്കാർക്ക് അങ്ങോട്ട് കടന്നു ചെല്ലാൻ കഴിയില്ലായിരുന്നു. എന്നാൽ 50കളുടെ തുടക്കത്തിൽ ഒരു സംഘം ചെറുപ്പക്കാർ അധ്വാനിക്കുന്ന ജനവിഭാഗത്തിൻ്റെ, തൊഴിലാളികളുടെ, പാവപ്പെട്ടവൻ്റെ ഭാഷ ഒരു നാടകത്തിലേക്ക് ആവാഹിച്ചു. നമ്മൾ കൊയ്യും വയലുകളെല്ലാം നമ്മുടേതാകും പൈങ്കിളിയെ, നഷ്ടപ്പെടുവാൻ വിലങ്ങുകൾ, കിട്ടാനുള്ളത് പുതിയൊരു ലോകം, ഇങ്ങനെയുള്ള ചില മുദ്രാവാക്യങ്ങളോടുകൂടി ഒരു നാടകം രചിച്ചു. പാവപ്പെട്ടവൻ അത് കണ്ട് കോരിത്തിരിച്ചു. കാരണം വർഷങ്ങളായി, തലമുറകളായി ഞങ്ങൾ കൊണ്ടു നടന്നിരുന്ന ആ വികാരം, പുറത്ത് പറയാൻ അറിയാതിരുന്ന ആ വികാരം പാട്ടായിട്ടും നാടകമായിട്ടും ഡയലോഗായിട്ടും സംഗീതമായിട്ടൊക്കെ പുറത്തു വന്നപ്പോൾ അവർ കോരിത്തിരിച്ചു. അങ്ങനെ KPSC എന്ന നാടക സംഘമുണ്ടായി. നിങ്ങളെന്നെ കമ്മ്യൂണിസ്റ്റാക്കി എന്ന നാടകവുമുണ്ടായി. കാലം മാറി കുറേ കാലം കഴിഞ്ഞപ്പോൾ 2000 ആണ്ടിൽ പുതിയ നൂറ്റാണ്ട് പിറന്നപ്പോൾ ചിങ്ങം 1-ാം തീയതി വീണ്ടും പാവപ്പെട്ടവൻ്റെ, അധ്വാനിക്കുന്ന ജനവിഭാഗത്തിൻ്റെ, ഒരു പ്രത്യേക വിഭാഗത്തിൻ്റെ ശബ്ദം നമ്മുടെ സ്വീകരണ മുറിയിലും തീൻമുറികളിലും തീൻമേശയുടെ മുകളിലുമൊക്കെ മുഴങ്ങിക്കേൾക്കുന്ന ഒരു മഹാഭാഗ്യമുണ്ടായി. അതായിരുന്നു കൈരളി TV-യുടെ ജനനം. ഇന്ന് കൈരളി TV-യുടെ ഈ പ്രോഗ്രാമിന് മുമ്പിൽ ഞാൻ നിങ്ങളെ അഭിസംബോധന ചെയ്ത് നിൽക്കുമ്പോൾ പല സന്ദർഭങ്ങളിലും കൈരളി എനിക്ക് തന്ന പ്രോത്സാഹനം നന്ദിപൂർവ്വം സ്മരിച്ചുകൊണ്ട് 2 പ്രധാനപ്പെട്ട ദൗത്യങ്ങളാണ് എന്നെ ഏൽപ്പിച്ചിരിക്കുന്നത്. ഈ കൈരളി ഇത്രയും സുത്യർഹമായ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നത് ഒരു പക്ഷേ അതിൻ്റെ കപ്പിത്താനെന്നോ പാപ്പാനെന്നോ ഒക്കെ പറയാവുന്ന
പ്രധാനപ്പെട്ട ഒരാളെ ഞാൻ ആദ്യം വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. ശ്രീ ജോൺ ബ്രിട്ടാസ്. ജോൺ ബ്രിട്ടാസ് 2 വാക്ക് സംസാരിക്കും. എനിക്ക് പറയേണ്ട എല്ലാ കാര്യങ്ങളും പറയാൻ ഞാൻ മുകേഷിനെ ഏൽപ്പിച്ചിരിക്കുകയാണ്. ഞങ്ങൾ രണ്ടുപേരും പറയുന്നത് കേൾക്കാൻ വേണ്ടി മാത്രമല്ല നിങ്ങൾ വന്നിരിക്കുന്നത്. മറ്റ് പല പ്രമുഖ വ്യക്തികളും ഈ സ്റ്റേജിലേക്ക് വരാൻ പോവുകയാണ്. മുകേഷ് ഒരു കാര്യം പറഞ്ഞു, ഞാനാണ് പാപ്പാൻ എന്നൊക്കെ. ഞാൻ പാപ്പാനൊന്നുമല്ല. കേൾക്കുന്നില്ല? ഉറക്കെ പറ. ആന ഇതല്ലേ കൊമ്പനാന? ഞാൻ ഈ അടുത്ത കാലത്ത് ചെയ്ത ഏക പുണ്യകർമ്മം, മുകേഷിനെ ഇൻ്റർവ്യൂ ചെയ്തു. പിറ്റേ ആഴ്ച പോയി മുകേഷ് പെണ്ണ് കെട്ടി. പെണ്ണ് കെട്ടാൻ ആഗ്രഹമുള്ളവരൊക്കെ നേരെ ഇൻ്റർവ്യൂയിലോട്ട് പോയാൽ മതി. അത് കഴിഞ്ഞ് കഴിഞ്ഞ ആഴ്ച മുകേഷ് വിളിച്ചു പറഞ്ഞു, എന്നെ ഒന്നും കൂടി ഇൻ്റർവ്യൂ ഇടുന്നു. ഞാൻ പറഞ്ഞത് മനസ്സിൽ വെച്ചാൽ എന്ന് പറഞ്ഞു. എന്തായാലും മുകേഷ് പറഞ്ഞതുപോലെ അബുദാബിയിൽ ഈ തണുപ്പ് കാലത്ത് താരങ്ങൾ മണ്ണിലേക്ക് പെയ്തിറങ്ങുന്നൊരു സമയമാണ്. ആരാണെന്ന് കാണണോ? നോക്കാം. നമ്മുടെ പ്രിയപ്പെട്ട മമ്മൂക്കയെ സ്റ്റേജിലേക്ക് ക്ഷണിക്കാൻ എനിക്ക് തോന്നുന്നു ഏറ്റവും അർഹതയുള്ള ആൾക്കാരിൽ ഒരുവനാണ് ഈ എളിയവൻ എന്ന് തോന്നുന്നു. കാരണം എൻ്റെ ആദ്യത്തെ സിനിമ ബലൂണാണ്. അന്ന് തൊട്ട് ഈ ഇപ്പോൾ പുറത്തിറങ്ങാൻ പോകുന്ന പ്രൈസ് ദ ലോർഡ് എന്ന സിനിമ വരെ എത്രയോ സിനിമകൾ അദ്ദേഹത്തിൻ്റെ സ്നേഹവും വാത്സല്യവും ശാസനയും എല്ലാം ഏറ്റുവാങ്ങി ജീവിക്കാനുള്ളൊരു മഹാഭാഗ്യം എനിക്ക് ലഭിച്ചു. അതുകൊണ്ട് തന്നെ മിനിഞ്ഞാന്ന് ഞാൻ ഇന്നസെൻ്റ് ചേട്ടനോട് പറഞ്ഞു, ഇങ്ങനെ ഒരു പ്രോഗ്രാമുണ്ട്, മമ്മൂക്കയെ ഞാനാണ് സ്റ്റേജിലേക്ക് ക്ഷണിക്കുന്നത് എന്നാണ് പറയുന്നത് എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, മുകളിലോട്ട് നോക്കണം ഇടയ്ക്കിടയ്ക്ക് എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, എന്താണ് മമ്മൂക്കയെ ക്ഷണിക്കുന്നതും മുകളിലോട്ട് നോക്കുന്നതും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, ഗൾഫിൽ എല്ലാ തരത്തിലും അദ്ദേഹം സ്റ്റേജിൽ വന്നു കഴിഞ്ഞു. ഹെലികോപ്റ്റർ, പ്ലെയിൻ, കാറ് എല്ലാം വന്നു കഴിഞ്ഞു. ഇനി പാരച്യൂട്ടും കൂടെ ഉള്ളു ബാലൻസ്. അപ്പോൾ പാരച്യൂട്ടിൽ വല്ലതും വരുന്നുണ്ടോ എന്ന് ഇടയ്ക്കിടയ്ക്ക് നോക്കണമെന്ന് പറഞ്ഞു. വളരെ അഭിമാനത്തോടെ സന്തോഷത്തോടെ നമ്മളുടെ എല്ലാം പ്രിയങ്കരനായ മമ്മൂക്കയെ ഞാൻ സ്റ്റേജിലേക്ക് ക്ഷണിക്കുന്നു. മമ്മൂട്ടി എന്ന ത്രയക്ഷരി മലയാളിക്ക് കേവലം ഒരു അഭിനേതാവ് മാത്രമല്ല, മറിച്ച് അവരുടെ ആത്മാവിൽ ആവാഹിച്ച വികാരം തന്നെയാണ്. 3.5 പതിറ്റാണ്ട് നീളുന്ന അഭിനയ ജീവിതം, 370ഓളം ചിത്രങ്ങൾ, 3 തവണ മികച്ച നടനുള്ള ദേശീയ പുരസ്കാരം, 5 തവണ സംസ്ഥാന പുരസ്കാരം, 11 ഫിലിം ഫെയർ അവാർഡുകൾ, പത്മശ്രീയും ഡീലിറ്റും അടക്കമുള്ള ബഹുമതികൾ, 4 നൂറ്റാണ്ട് കാലത്തിലേറെയായി ഇളക്കമില്ലാതെ തുടരുന്ന സൂപ്പർ സ്റ്റാർ പദവി. തനിയാവർത്തനം മമ്മൂട്ടി എന്ന നടന്റെ ഒരു സ്വയം ആവർത്തനമായില്ല. വടക്കൻ വീരഗാഥ ഒരു നടന്റെ കൂടി വീരഗാഥയായി മാറി. അമരത്തിലെത്തിയപ്പോൾ മലയാള സിനിമയുടെ അമരത്ത് നമുക്ക് മറ്റൊരു നടനെ സങ്കല്പിക്കാനുമായില്ല. മൃഗയ മമ്മൂട്ടിയുടെ കഥാപാത്രവേട്ടയുടെ ഒരു ഘട്ടം. വാത്സല്യത്തിലും ഭൂതക്കണ്ണാടിയിലും കാഴ്ചയിലും മമ്മൂട്ടി എന്ന നടൻ ഭൂമിയോളം വിനീതനാകുന്ന അത്ഭുത രാസവിദ്യ കണ്ട് മലയാളി കൈകൂപ്പിപ്പോയിട്ടുണ്ട്. ലോക ചരിത്രത്തിലാദ്യമായി പാവപ്പെട്ട ജനങ്ങളുടെ പണം കൊണ്ട് പടുത്തുയർത്തിയ ഒരു ദൃശ്യമാധ്യമ പ്രസ്ഥാനത്തിന്റെ കൈരളി ടിവിയുടെ അമരത്ത് ശ്രീ മമ്മൂട്ടി അവരോധിതനായിട്ട് 14 വർഷങ്ങൾ പൂർത്തിയാവുന്നു. മലയാളത്തിന്റെ ഈ മുഖശ്രീ കൈരളി കുടുംബത്തിന്റെ നാഥനാണെന്നതിൽ ഞങ്ങൾക്കേറെ അഭിമാനമുണ്ട്. സ്നേഹാദരങ്ങളോടെ, ഹർഷാരവങ്ങളോടെ മലയാളത്തിന്റെ ഈ മഹാനടനെ വേദിയിലേക്ക് അബുദാബിയിലെ ജനസഹസ്രങ്ങളെ സാക്ഷി നിർത്തി സ്വാഗതം ചെയ്യുന്നു.
നമസ്കാരം. കൈരളി ടിവിക്ക് 14 വയസ്സ് തികയാണ്. ഈ ദൃശ്യമാധ്യമത്തിന് പ്രവാസി മലയാളികൾ നൽകിയിട്ടുള്ള എല്ലാ പ്രോത്സാഹനങ്ങളെയും ഞാൻ ഈ നിമിഷത്തിൽ ഓർക്കുകയാണ്. ഒരു നടൻ എന്നതിനപ്പുറം വലിയൊരു കോർപ്പറേറ്റ് കമ്പനിയുടെ ചെയർമാൻ എന്ന സ്ഥാനമല്ല എന്നെ ഈ കൈരളിയുടെ അമരത്തേക്ക് ആകർഷിച്ചത്. കൈരളി എന്നും പ്രചരിപ്പിക്കുന്നത് പോലെ ഒരു ജനതയുടെ ആത്മാവിഷ്കാരമാണ്. ആ വികാരമാണ് എന്നെ ഈ പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തനങ്ങളിലേക്ക് ആകർഷിച്ചത്. ചുരുങ്ങിയ കാലം കൊണ്ട് കൈരളി ഇത്രയേറെ സ്വാധീനം ചെലുത്തിയത് ഈ വികാരം തന്നെയാണ്. അത് നിലനിർത്താൻ ഇതിൻ്റെ പ്രവർത്തകരും സംഘാടകരും ഒരുപാട് ശ്രമിച്ചിട്ടുണ്ട്. അവരെയും ഞാൻ ഈ നിമിഷത്തിൽ ഓർക്കുകയാണ്. കൈരളി എന്നും ജനങ്ങളോടൊപ്പമാണ്. ജനങ്ങൾ കൈരളിയോടൊപ്പം. നന്ദി.